ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെന്ത് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ ബേസ് കെട്ടുകയാണ്. നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും തോന്നുന്നു. നമ്മളന്ന് ബേസ് ബിൽഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. നല്ല വലുതായിട്ട് കെട്ടണം. ഗ്യാവിലൊക്കെ വീണിട്ട് ശരിയില്ല ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് മൈൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു തോന്നല്. കുറച്ചും കൂടി വേണം തോന്നുന്നു ഗൈസ്. ഇല്ല, അത് മതി എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഗൈസ്, നമ്മുടെ ബേസിൻ്റെ ഇത് ഇത്ര മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ടാകും ഗൈസ്. നമ്മുടെ ബേസിന് കുറച്ച് മേലെ കുറച്ച് ഹൈറ്റ് ആക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡും കുറച്ച് കൂട്ടാം. ഇത് മതി ഗൈസ്, ഇതൊക്കെ മതി, ധാരാളം നമ്മുടെ ബേസിനൊക്കെ. ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോണത് ഒരു ട്രാഷിൻ്റെ ലുക്കിലാണ് ഗൈസ്. എന്തായാലും അത് കടന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓശിറ്റ് വണ്ടിയിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ട്. ഇതല്ലോ ഗൈസ്, ഇത് തന്നെ. ഇവിടെ ബ്ലോക്ക് വയ്ക്കുക ഗൈസ്, ഇല്ലെങ്കിൽ നമ്മുടെ ബേസ് ഗ്രിപ്പ് ആകാൻ ചാൻസ് കുറേ കൂടുതലാണ് ഗൈസ്. ഇവിടെ വെച്ചിട്ട് കറക്റ്റല്ലേ? ആയിപ്പോൾ ഇതൊന്നും കാര്യമില്ല. എന്തായാലും പൈ ചാർട്ടൊക്കെ വെച്ചെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്കൊരു തോന്നുന്നത്. നോക്കാതിനൊക്കെ കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കില്ല. കുറച്ച് ഇത് ഫുള്ളും മാറ്റിയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനിത് ഫുള്ളും മാറ്റിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അങ്ങനെ ഇത് ഫുള്ളും തീർത്തു ഗൈസ്. എന്നിട്ട് നമുക്ക് ഇത്ര ചെറിയ ബേസ് മതി ഗൈസ്. എന്തിനാണ് വലിയ ബേസ്? നമുക്ക് ഇത് ടെമ്പററി തന്നെ, കാരണം ഇത് ഗ്രിപ്പാകാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് എന്തിനാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഗൈസ്, നമുക്ക് ഷോപ്പിൽ പോയിട്ട് ഇത് മേടിക്കാം. ഫസ്റ്റ് ഇത് വിൽക്കട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ആവും. പിന്നെ ഗൈസ്, ഞാൻ പറയും പോലെ ഞാൻ സെർവർ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഇതേ ആയിട്ടുള്ളൂ. ഇത് മേടിക്കാൻ പാടില്ല. പിന്നെ സേലടിക്കാം നമ്മുടെ അടുത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇൻവെൻ്ററി പിന്നെ കുറച്ച് ഇതായിരിക്കുകയാണ് ഗൈസ്. ഇത് ഫുള്ള് ഞാൻ വിൽക്കാം. ഇത് പറയും പോലെ നല്ല ഡീസൻ്റായ എമൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറയും പോലെ ഇത് ഫുള്ളും കവറാക്കണം ഗൈസ്. അതോ ഫുഡിനെയും ചേർത്ത് ഞാൻ വിൽക്കാം, അറിഞ്ഞില്ല. ശരി, ജസ്റ്റ് ഇവിടെ വയ്ക്കാം ഗൈസ്. പറഞ്ഞ പോലെ ഞാൻ ഈ റീസെൻ്റായിട്ട് തന്നെ കളിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഒന്നുമില്ല, ഒരു 4-5 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ. അതും ഞാൻ എപ്പോഴെങ്കിലും തന്നെ കയറുള്ളൂ ഗൈസ്. പിന്നെ അത്രയ്ക്കൊന്നുമില്ല. പിന്നെ ഈ ചെസ്സിൽ നിൽക്കുക ഗൈസ്. ഞാൻ എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് വരട്ടെ. ഇത് എന്ത് പിക്കാക്സ്? ഇത് നോർമൽ പിക്കാക്സാണ്. തരി പിടിച്ചിട്ടുണ്ട് ഈ മറ്റേ ഹോളിൽ വയ്ക്കാൻ വേണ്ടി. നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യാം ഗൈസ്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഗൈസ്, നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതുപോലെ ഞാൻ ഫുള്ളും ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ഫുള്ളും ഇവിടെ നിന്ന് അവിടെ വരയ്ക്കുകയും ചെയ്തിട്ട് പിന്നെ കുറച്ച് സ്റ്റാർസൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ കാണാം ഗൈസ്. ഞാൻ താഴത്തെ വർക്കും കഴിഞ്ഞു, പിന്നെ ഇതൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് മേലെ മാത്രം കുറച്ച് സ്റ്റെയർസൊക്കെ സൈഡിൽ വെച്ചിട്ട് പിന്നെ മേലെ എന്തെങ്കിലുമൊക്കെ ഏത് കളർ വയ്ക്കാമെന്നാണ് എനിക്കൊരു ഡൗട്ട് ഗൈസ്. നമുക്ക് ബ്ലാക്കാണ് വയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതാണ്
ബ്ലാക്ക് വെക്കാം ഗൈസ് നമുക്ക്. പിന്നെ ഗൈസ് ഇത് ഫുള്ളും ഞാൻ ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ഗൈസ് ഇത് ഫുള്ളും കഴിഞ്ഞു ഗൈസ്, നമ്മളിത് ഫുള്ളും തീർത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് തീർക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ മേലെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഏത് ബ്ലോക്ക് വെക്കണം എന്നാണ് അറിഞ്ഞില്ല. ശരി, അപ്പോൾ നമ്മൾ ആ ബ്ലോക്ക് മേടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. പിന്നെ സോറി ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മേലെ സീലിങ്ങിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഡിലീറ്റ് ആയി പോയി ഗൈസ്, സോറി. പിന്നെ നമ്മൾ ഇപ്പോൾ ഡിസൈനൊക്കെ കുറച്ച് ആലോചിച്ച് നോക്കിയിട്ട് ഇത് കിട്ടുന്നുണ്ട്. നോക്കാം ഇത് വർക്കാവുമോ ഇല്ലേ, നന്നായിട്ടുണ്ടാവുമോ നോക്കാം ഗൈസ്. ഇത് പിന്നെ ഫുള്ളായിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ വന്ന് നോക്കാം ഗൈസ്. ഇതുപോലെ ഫുള്ളും ചെയ്തിട്ട് അപ്പുറത്തൊക്കെ ഉണ്ട് ഗൈസ്, അത് ഫുള്ളും ചെയ്തിട്ട് ഞാൻ വന്ന് നോക്കാം ഗൈസ്. പിന്നെ ഈ സാധനം നന്നായിട്ടില്ല ഗൈസ്, ഞാൻ ഇട്ട് നോക്കി നന്നായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ഡയമണ്ട് ഓർ വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഡയമണ്ട് ഓർ വയ്ക്കാം ഗൈസ്, കാരണം ഡയമണ്ട് ഓർ എൻ്റെ അടുത്ത് കുറച്ചുണ്ട്. അപ്പോൾ ഡയമണ്ട് ഓർ വയ്ക്കാമെന്നാണ് എൻ്റെ ഒരു ഇത് ഗൈസ്. നമ്മൾ കുറച്ച് ചെസ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കിയിട്ട് നോക്കാം ഗൈസ്. പിന്നെ നമ്മുടെ ബേസിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വെക്കാൻ പറ്റുമോ? വെച്ചെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓ, ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ ഈ 2 ബ്ലോക്കിന് മൈൻഡ് ചെയ്യണം. പിന്നെ ഇത് മാത്രം എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണേ? ഈ ഷിറ്റ്. ഓ, ഇത് നമ്മൾ സെറ്റാക്കിയതാണ് ഇല്ലേ? ഷോപ്പിൽ ഗൈസ് നമ്മൾ എന്തോ തേടാൻ വന്നു ഗൈസ്, മറന്നുപോയി ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഗ്ലോബറിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഗ്ലോബറി കഴിഞ്ഞ് ഗൈസ് നമുക്ക് ബോൺവീലിട്ടും വലുതാക്കാം, പക്ഷെ നമുക്ക് കാര്യമില്ല, നമ്മൾ മേടിക്കും. ബിക്കോസ് കഴപ്പാണ് ഗൈസ്, കഴപ്പ് കരിയില്ല. എന്തായാലും ഈ ബേസ് പോവും, ഗ്രിഫാവും ഗൈസ്. എന്തായാലും ഗ്രിഫാവുമെന്ന് തോന്നണം. ഇതിൻ്റെ അടുത്ത് ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇതുവരെ. അതായത് ഒരാളും ഇവിടെ വന്ന് ഇതാക്കിയതുപോലെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ കണ്ടാലും കാര്യമില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. പുട്ട് കഴിക്കാൻ ആശയായി. ഇതെന്തോ ഒരു മാറ്റമുണ്ടല്ലോ. ഓ, 3 വെക്കാൻ മറന്നു ഗൈസ്, 3 വെക്കാൻ മറന്നു. ഇവിടെ കറക്റ്റാ? ഇവിടെ കറക്റ്റാ. ഓ, ഞാൻ ഈ സെൻറ്റർ ബ്ലോക്കിൽ നിന്ന് മാറ്റണം. ഇൻവെൻ്ററി തുറക്കട്ടെ ഗൈസ്, 1 മിനിറ്റ്. ഈ പൂവെടുത്ത് ഇവിടെ വെക്കണം. പിന്നെ നമ്മുടെ ഗ്ലോബറി എടുത്ത് ഇവിടെ വെക്കണം ഗൈസ്. ഇവിടെ ഇപ്പം കറക്റ്റായി. എൻ്റെ പൊന്നെ ഇതല്ലേ, ചുമ്മാ അടിച്ചുവിടാ, കാര്യമില്ല. ഇവിടെ വന്നു അവരുടെ അത് ഇൻവെൻ്ററി കയറിയ ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ബെറി വെച്ച് വിടാം, ബെറി. ഇതുപോലെ അവിടെ കറക്റ്റല്ലേ? ഇവിടെ അല്ലെങ്കിൽ കറക്റ്റ് പോലെ തന്നെ ഇരിക്കണേ. അവിടെയും 2 ഇവിടെയും 2. ഓ ഗൈസ്, നമ്മളിവിടെ മാത്രം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ബ്ലോക്ക്, ഇവിടെ ഇത്. കാരണം ഞാനിത് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്, രണ്ടും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം തന്നെ കഴിച്ച് ഗൈസ്, കുറച്ച് ഇപ്പം തന്നെ ഒരു ലുക്ക് കിട്ടിയ പോലെ എനിക്കൊരു തോന്നി. പിന്നെ വേണമെങ്കിൽ ഇവിടെ എല്ലാത്തിലും ഓരോരോ ഇത്. ഇവിടെ 2, 1, ഇവിടെ 1, പിന്നെ ഇവിടെ 1. അയ്യോ, കരിയില്ല.
പൊട്ടിച്ച് വിടാം നമുക്ക്. അതല്ലാണ്ട് ഇവിടെ കുറേ ഗ്ലോബറിയൊക്കെ ഉണ്ട് ഗൈസ്, അത് കാരണം നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ട് വന്നിട്ട് നോക്കാം ഗൈസ്. ഇത് ഫുള്ള് ഞാനിത് ചെയ്ത് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ കുറേ ഈ മാപ്പൊക്കെ കുറച്ച് എടുത്തിട്ട് വന്ന് വെക്കണം ഗൈസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇതിലൊന്നുമില്ല ഗൈസ്. ഇതിരുന്നിട്ട് തൊട്ടൊന്ന് വെച്ച പണിയാണ്. പിന്നെ ഞാൻ /home അടിച്ച് പോട്ടെ. /home 1 ആണോ 2 ആണോ 2 കേടാം. ഇവിടുത്തെ മാപ്പ് ഗൈസ്, ഒറ്റ മിനിറ്റിൽ ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഇതിൻ്റെ ഫുള്ള് ഞാൻ ഇത് ബ്ലാക്കൊക്കെ എടുക്കണം ഗൈസ്, ഞാൻ ഫുള്ളായിട്ട് വെച്ചില്ല. പിന്നെ ഇതിൽ നന്നായിട്ടുള്ളത് ഇത്. അപ്പോൾ അവൻ ഈ സർക്കാരിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാകും ഗൈസ്. പിന്നെ ഇത് നന്നായിട്ടില്ല. അബ്സല്യൂട്ട്ലി സിനിമ ഡോണറ്റിൻ്റെ. പിന്നെ ഇതെടുക്കാം ഗൈസ്. പിന്നെ ഈ കാറിൻ്റെ നന്നായിട്ടുണ്ടാവും. അവൻ വെച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ വേണ്ട. പിന്നെ ആ പെണ്ണുമ്പിള്ളിൻ്റെ, പിന്നെ അവളുടെയും കാണാനില്ല. അവളോടെയെങ്കിലും വെച്ചിട്ടുണ്ടാകും ഗൈസ്. ചെക്കനും മറവിയായിരിക്കും. ഇതെന്തൊട്ട് സാധനം? ഡൈ ഉണ്ടാക്കി വിൽക്കണ അവൻ്റെ ഫാക്ടറിയാണ് ഗൈസ്. കുറച്ച് ബോൺ വീൽ എടുത്താൽ അതാ ഞാൻ ഇപ്പോൾ കണ്ടതില്ലേ. കുറച്ച് ബോൺ വീൽ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ സ്മോൾ സ്റ്റോറേജ് സിസ്റ്റം, ഇവിടെ ലീഫ് വരും, ഇവിടെ ഇത് വരും. ഇവിടെ ബേസിക്ക് പോകാം ഗൈസ്. നമ്മളെത്തി ഗൈസ്. പിന്നെ ഇതവിടെ വയ്ക്കാൻ, ഇതിവിടെ വയ്ക്കാം. പിന്നെ അബ്സല്യൂട്ട്ലി സിനിമ അതാ തേങ്ങ പോയി. ഇപ്പോൾ കറക്റ്റായില്ല ഗൈസ്. ഇവിടെ എന്തെങ്കിലും വെക്കാം, നല്ല ഫോട്ടോ കിട്ടുമ്പോൾ വയ്ക്കാം ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് ആക്കാം. ഈ 2 ഭാഗം അവിടെ കളഞ്ഞു പോയി ഗൈസ്, അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ എടുത്തിട്ട് വന്ന ബോൺവീൽ ആക്കിയിട്ട് അതാ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഇത് നമ്മൾ തന്നെ മാനുവലായിട്ട് ബെറി വെച്ച് കൊണ്ടാണ്. അയ്യോ വേണ്ട. അപ്പോൾ ഇതിൻ്റെ മേലത്തെ സാധനം പോയാ മാപ്പ് എൻ്റെ അടുത്ത് കിട്ടിയില്ലല്ലോ. അതാ ഇവിടെ കുട്ടികളായിരിക്കട്ടെ അവിടെ. പിന്നെ ഇതിൽ കാര്യമില്ല, ഇത് 2 ബ്ലോക്ക് ഇട്ടോളെ വളരുള്ളൂ. ആവട്ടെ, വരട്ടെ. അതാ ഇതെന്തും മൊണ്ണ സാധനമാണ്. പിന്നെ ഇത് ഫുള്ളും ചെയ്യുക ഗൈസ്. ഇത് ഫുള്ളും ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ നമുക്ക് റാൻഡമായിട്ട് ഞാൻ എല്ലാ സാധനത്തിനും അടിച്ചു വിട്ടു. കാരണം റാൻഡമായിട്ട് പൊട്ടിച്ചു വിടാം ഗൈസ്. ഇത് ഒരുപാടുണ്ട്. രണ്ടാം പറഞ്ഞാൽ കണ്ണി കണ്ടതൊക്കെ പൊട്ടിച്ചു വിട്ടു, പക്ഷെ മേലെ പൊട്ടിച്ചു വിട്ടില്ല. ഇപ്പം കാണാൻ ഒരു ലുക്ക് ഉണ്ട് ചെറുതായിട്ടെങ്കിലും. ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്, നന്നായി തന്നെ ഉണ്ട്.
ഇതാണ് ഫൈനലി നമ്മൾ ബേസ് ഉണ്ടാക്കി. ഓ മാപ്പ് സംഭവം ഞാനിവിടെ വെച്ചപ്പോൾ ഇവിടെ ഇതായി ഗൈസ് സംഭവം. മറ്റേ ഈ സാധനം വെച്ചപ്പോൾ വളർന്നിട്ട് ഇത് പൊട്ടി വന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ബേസ്, അതായത് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയ ഒരു കണ്ടൻറ്റുമായി വരും ഗൈസ്. അതുവരെ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു. ഷാഡോ Z4 ടാറ്റാ ബൈ ബൈ ഗൈസ്. Ta-da!